ഹലോ വെൽക്കം ബാക്ക് ടു തത്വമസി യൂട്യൂബ് ചാനൽ. നമുക്ക് കുറച്ച് ദിവസങ്ങളായി വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് ഒരു ടെക്നിക്കൽ ഗ്ലിച്ച് ഉണ്ടായിരുന്നു. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് വരുന്നുണ്ടായിരുന്നില്ല, വിസിബിൾ ആവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഹോപ്പ്ഫുള്ളി ഇപ്പം അതൊക്കെ റിസോൾവ് ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. യെസ്, നമ്മൾ ഇന്ന് ടൈറ്റിൽ കണ്ടതുപോലെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ 2025 എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഓവറോൾ ആയിട്ട് നിങ്ങൾക്ക് എല്ലാ മേഖലകളിലും എന്ത് പ്രതീക്ഷിക്കാം, എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കാം. സോ ഒരു എക്സൈറ്റഡ് ഇയർ വരാൻ പോവാണ്. അപ്പം ഈ ഒരു ഇയർ എൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, ആൻഡ് 2025 നിങ്ങൾക്ക് എന്തൊക്കെ എക്സ്പെക്റ്റ് ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ 3 കാർഡ് ഡെക്സ് വെച്ചിട്ടുണ്ട്. ഡെക്ക് വെച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഇൻറ്റ്യൂട്ടീവ്ലി. അതല്ല എന്നുണ്ടെങ്കിൽ ക്രിസ്റ്റൽസ് നോക്കിയിട്ടും നിങ്ങൾക്ക് സെലക്ഷൻസ് നടത്താം. ആൻഡ് ദിസ് ഇസ് ക്ലിയർ ക്വാർട്സ് ഗ്രൂപ്പ് നമ്പർ 1 ആൻഡ് ദിസ് ഇസ് അക്വാമറൈൻ ഗ്രൂപ്പ് നമ്പർ 2 ആൻഡ് ദിസ് ഇസ് അമത്തിസ്റ്റ് ഗ്രൂപ്പ് നമ്പർ 3. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ഡെക്ക് നിങ്ങൾ സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ റീഡിങ്ങിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് ഒരു റിക്വസ്റ്റ് ആണ്. അതായത് നമ്മൾ എല്ലാ ഇയർ എൻഡിങ്ങിലും നമ്മളുടെ ഒരു 1 ഇയറിലുള്ള ഒരു ഫീഡ്ബാക്സ് ഒക്കെ നമ്മൾ എടുക്കാറുണ്ട്. പേഴ്സണലിയും ഞാൻ എടുക്കാറുണ്ട്. ആൻഡ് നമ്മളത് റീഡിങ് എടുത്തിട്ടുള്ളവർ, ഓക്കെ, അപ്പം നമ്മളിപ്പോൾ കമൻറ്റ് സെക്ഷനിലൂടെ നമുക്കൊരു ഫീഡ്ബാക്ക് എടുക്കാമെന്ന് വിചാരിക്കുന്നു. ഏതൊരു ജോബാണെങ്കിലും ഏതൊരു പ്രവൃത്തി നമ്മൾ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിലും നമ്മളത് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ബെനിഫിറ്റ് കിട്ടുന്നവർ, അല്ലെങ്കിൽ ഒരു സർവീസ് കിട്ടുന്നവർ, അല്ലെങ്കിൽ അതിൻ്റെ ഉപഭോക്താക്കൾ, അവരിൽ നിന്ന് നമുക്കൊരു ഫീഡ്ബാക്ക് ഡെഫിനറ്റ്ലി കിട്ടുന്നത് വളരെ നല്ലതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്, ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അത് നമ്മൾ തന്നെ കുറച്ചും കൂടെ ബെറ്റർ ചെയ്യാനായിട്ടും നമുക്കൊരു മോട്ടിവേഷനായിട്ടും നമുക്കൊരു ഇൻസ്പിറേഷനായിട്ടും ഒക്കെ നമുക്കത് എടുക്കാനായിട്ട് സാധിക്കും. അപ്പം അതുകൊണ്ട് നമ്മളുടെ ഈ ഒരു ചാനൽ ത്രൂ റീഡിങ് എടുത്തിട്ടുള്ളവർ, അതുപോലെ ടാറോ പഠിച്ചിട്ടുള്ളവർ, ഹീലിംഗ് സെഷൻസ് എടുത്തിട്ടുള്ളവർ, പല രീതിയിലുള്ള ഗൈഡൻസസ് ലഭിച്ചിട്ടുള്ളവർ, നിങ്ങളുടെയൊക്കെ ഒരു ഫീഡ്ബാക്ക് അത് നമുക്കറിയാനായിട്ട് ഒരു താല്പര്യമുണ്ട്. നിങ്ങൾക്ക് മനസ്സുകൊണ്ട് തോന്നുകയാണ് എങ്കിൽ മാത്രം, ഓക്കെ, അതുകൊണ്ടാണ് ഒരു റിക്വസ്റ്റ് ആണ് എന്ന് പറയുന്നത്. നിങ്ങൾക്കതിവിടെ ഷെയർ ചെയ്യാവുന്നതാണ്. പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്നും പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു റിസൾട്ട് മാത്രം എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. അതല്ലാതെ നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നും കമൻറ്റ് സെക്ഷനിൽ വന്ന് ഓപ്പൺ ആയിട്ട് പറയരുത്. ഓക്കെ, നമുക്ക് ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങളുടെ റീഡിങ്ങിലേക്ക് കിടക്കാം. ഓക്കെ, ഈ ഒരു 2025 നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഗ്രൂപ്പ് നമ്പർ 1, നിങ്ങളുടെ ഈ ഒരു വർഷം നിങ്ങൾക്ക് എങ്ങനെ ആയിരിക്കും. ഓക്കെ, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കരിയർ വൈസ്, റിലേഷൻഷിപ്പ് വൈസ്, വാട്ട് അഫർമേഷൻസ് യു ഹാവ് ടു ടേക്ക്, നിങ്ങളുടെ ഓവറോൾ എനർജി, ഇതെല്ലാം നമുക്ക് നോക്കാം. ആൻഡ് ലെറ്റ്സ് സീ എന്താണ് നിങ്ങൾക്ക് വരുന്നത്. പവർ, ഗ്രേറ്റ് എനർജി. Triumph, wow. Victory, power. The waiting game, suffering in silence. And bottom energy, memories of love. നമുക്കത് ഇവിടെ വയ്ക്കാം. ആൻഡ് കുറച്ച് കാർഡ്സും കൂടെ നമുക്ക് എടുക്കാം. Leadership, power and leadership, what a combination. Light, okay. Bottom energy വന്നത് expansion, Jupiter energy ആണ്. ആൻഡ് നിങ്ങളുടെ ഇമോഷൻസിൽ എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഇമോഷണലി how strong you will be. A new romantic cycle begins, new moon in Libra. Okay.
and work through your fears. New moon in Scorpio, Libra and Scorpio and new moon, and the energy is gaining momentum. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉള്ള ഒരു എനർജിയും കൂടെ എടുക്കാം. റിവീൽ ചെയ്യണോ ഇപ്പോൾ? ലെറ്റ്സ് പുട്ട് ഇറ്റ് ഹിയർ. നമുക്ക് ലാസ്റ്റ് റിവീൽ ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ ഒരു എനർജി ഓവറോൾ നിങ്ങൾ എന്തൊരു എനർജിയിലായിരിക്കും മിമിക് ചെയ്യുന്നത്? അടിസ്ഥാനപരമായിട്ട് നിങ്ങളുടെ എനർജി എന്തായിരിക്കും എന്നുള്ളതും കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, ഇത് നമുക്ക് ലാസ്റ്റ് റിവീൽ ചെയ്യാം. ഇവിടെ വയ്ക്കാം. നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള അഫർമേഷൻ ഫോർ ദ ഇയർ എന്താണ് എന്നുള്ളതും കൂടെ നമുക്ക് നോക്കാം. Today I create a wonderful new day and a wonderful new future. ഓക്കെ, ഇവിടെ വയ്ക്കട്ടെ. നിങ്ങൾക്കുള്ള ടാരോ ചാംസും കൂടെ നമുക്ക് എടുക്കാം. ഓക്കെ, നമുക്കിനി റീഡ് ചെയ്ത് തുടങ്ങാം. സോ ഗ്രൂപ്പ് നമ്പർ 1, നിങ്ങൾക്ക് നമ്പർ വന്നിരിക്കുന്നത് 6, 7, 8, 9 സീക്വൻഷ്യൽ ആയിട്ട് വന്നിട്ടുണ്ട്. അതൊരു കോയിൻസിഡൻസ് ഒന്നുമല്ല. നിങ്ങളുടെ ജീവിതത്തിൽ മെല്ലെ മെല്ലെ ഓരോ പടികളായിട്ട് തന്നെയാണ് കയറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൻ്റെ സൂചന തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യത്തിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പരാജയം സംഭവിച്ചു, പാസ്റ്റാണ്. നിങ്ങൾ ഓരോ പാറ്റേൺസിൽ പെട്ടിട്ടുണ്ട്. ആ പാറ്റേൺ ഒക്കെ നിങ്ങൾ അതുകൊണ്ട് തന്നെ ഇപ്പം ബ്രേക്ക് ചെയ്യാൻ പോവാണ്. ആൻഡ് ഓൾസോ ആ പാറ്റേൺസ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് മെമ്മറീസ് വീണ്ടും അവശേഷിക്കുന്നുണ്ട്. ആ മെമ്മറീസിൽ ചവിട്ടി നിന്നുകൊണ്ട് അത് നിങ്ങളുടെ ഒരു ഫൗണ്ടേഷൻ ആക്കി എടുത്തുകൊണ്ട് അവിടെ നിന്ന് നിങ്ങൾ മുന്നോട്ട് നടക്കുകയാണ്. ആൻഡ് ദർ ഇസ് എ വിക്ടറി ഫോർ യു. ഈ വിക്ടറി നിങ്ങൾക്ക് ലഭിക്കുന്നത് വി ഗോട്ട് ലൈറ്റ്. അതായത് നിങ്ങൾക്കൊരു തിരിച്ചറിവ് ഉണ്ടാവുകയാണ്. പാസ്റ്റില് നമ്മൾ അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ സ്റ്റക്കായി നിന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് വേണ്ട ഒരു ഫ്യൂച്ചർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മളുടെ പ്രസന്റിനെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാവുന്നുണ്ട്. അവിടെ നിന്നാണ് നിങ്ങളുടെ യാത്ര, ഇവിടെ ശരിക്കുള്ള യാത്ര, ജീവിതയാത്ര, നിങ്ങൾ മനഃപൂർവ്വമായിട്ടുള്ള ഒരു യാത്ര തുടങ്ങുന്നത്. ഇത്രയും കാലം നിങ്ങൾ യാത്ര ചെയ്തു, ഇല്ല എന്നല്ല. പക്ഷെ അവിടെ നിങ്ങളൊരു കോ പാസഞ്ചർ ആയിരുന്നു, അല്ലെങ്കിൽ നിങ്ങളായിരുന്നില്ല നിങ്ങളുടെ വെഹിക്കിൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ നിങ്ങളായി ആ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു സ്റ്റിയറിംഗ് ഇപ്പൊ നിങ്ങളുടെ കയ്യിലേക്ക് തന്നെ നിങ്ങൾ എടുത്തിട്ടുണ്ട്. സോ ദാറ്റ് ഇനി നിങ്ങൾക്കറിയാം നിങ്ങൾ എടുത്തു വെക്കാൻ പോകുന്ന ഓരോ ചുവടുകളും ബോധപൂർവമാണ് നിങ്ങൾ എടുക്കുന്നത്. അതിനൊരു ലക്ഷ്യം കണ്ടിട്ടുമാണ് നിങ്ങൾ എടുക്കാൻ പോകുന്നത്. ആ ഒരു പവർ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ പവർ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഡിസിഷൻ മേക്കിങ്ങിനുള്ള ഒരു പവർ, ഈവൻ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇൻഡിവിജ്വലായിട്ട് പേഴ്സണലായിട്ട് ഒരു ഡിസിഷൻ മാത്രമല്ല, ഒരു ഓർഗനൈസേഷനെ തന്നെ നയിക്കാനുള്ള ഒരു പൊട്ടൻഷ്യലിലേക്ക് നിങ്ങൾ ഉയരാണ്. അതായത് നിങ്ങളുടെ ജീവിതം നിങ്ങൾ കറക്റ്റ് ചെയ്യാനുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നത് വഴി ഒരു മാസ് ഓഫ് ആൾക്കാർക്ക് നിങ്ങളൊരു ഇൻസ്പിറേഷനും മോട്ടിവേഷനും ഒരു മാതൃകയൊക്കെ ആവുകയാണ്, ഒരു വഴികാട്ടിയൊക്കെ ആവുകയാണ്. ദേ വിൽ ആസ്ക് യു ഫോർ എ ഗൈഡൻസ്. നിങ്ങളുടെ ഈ ഒരു സഫറിങ് എറ അവസാനിച്ചിട്ടുണ്ട്. ഈ സഫറിങ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളെ മോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഫ്യൂവലായിട്ട് നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അത് മാറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? വർക്ക് ത്രൂ യുവർ ഫിയർ. ആൻഡ് സ്കോർപിയോ എന്ന് പറയുമ്പോൾ വൃശ്ചികം രാശി വളരെയധികം ഡീപ്പർ ആൻഡ് ഡീപ്പർ ആയിട്ട് എന്ത് കാര്യത്തിൻ്റെയും അടിത്തട്ടിലേക്ക് ഇറങ്ങുന്ന ഒരു എനർജിയാണ്. അവിടെ മുകളിൽ സർഫസ്, അവിടെ കാണുന്ന ഒരു കടലല്ല,
അടിത്തട്ടിലുള്ള കടൽ, മുകളിൽ ഭയങ്കര തിരമാലകളൊക്കെ ആയിട്ട് ഭയങ്കര റഷാണ് കടലിന്റെ മുകളിൽ, അല്ലേ? ശാന്തതയൊന്നും അല്ല ഉള്ളത്, എപ്പോഴും അല അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നിങ്ങൾ ആഴത്തിലേക്ക് ഇറങ്ങി ചെന്നു കഴിഞ്ഞാൽ വളരെ സൗന്ദര്യമുള്ള, സമാധാനമുള്ള, ഡീപ്പ് സൈലൻസിലുള്ള ഒരുപാട് കഥകൾ നിങ്ങൾക്ക് ലഭിക്കുന്ന, ഒരുപാട് മിസ്റ്ററീസ് ലഭിക്കുന്ന, നിഗൂഢമായിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ കാണാൻ സാധിക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് നിങ്ങൾ പോവുക. എന്ന് പറയുന്നത് പോലെയാണ് ജീവിതത്തിൽ നിങ്ങളുടെ പേടികൾ പുറമേ നിങ്ങൾക്കത് ഭയങ്കര ഭീകരാവസ്ഥ സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും ഈ പേടികളുടെ ഒരു വേരിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലുമ്പോൾ ഇതെവിടെ നിന്നുണ്ടായി എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ പേടി നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുള്ളത്. നിങ്ങളെ നിങ്ങളുടെ സോൾ പർപ്പസിലേക്ക് തിരുത്തി കണക്ട് ചെയ്ത് മാറ്റാൻ എന്നുള്ളത് മനസ്സിലാവും എന്നുള്ളതാണ്. പേടികളിൽ നിന്ന് ഭയം ഓടുന്ന കാലം കഴിഞ്ഞു. അതിനെ നിങ്ങൾ കൂടുതൽ പഠിക്കാൻ പോവാണ്. എങ്ങനെ മാറ്റാം എന്നുള്ളത് പഠിക്കുന്നത് വഴി അതിൻ്റെ റൂട്ട് കണ്ടെത്തി അവിടെ നിന്ന് നിങ്ങൾ ക്ലിയർ ചെയ്യാണ്. അത് നിങ്ങളെ നിങ്ങളുടെ ഹയർ സെൽഫിലേക്ക് കണക്ട് ചെയ്യും. ആൻഡ് ഡെഫിനറ്റ്ലി ഇവിടെ ഈ വെയിറ്റിംഗ് ഗെയിമിൻ്റെ അടിയിലാണ് റൊമാൻറ്റിക് സൈക്കിൾ വന്നിട്ടുള്ളത്. റിലേഷൻഷിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കണക്ഷൻ ഓഫ് യുവർ ലൈഫ് ടൈം നിങ്ങൾ ഈ 2025 മീറ്റ് ചെയ്യാൻ പോവാണ്. അത് മോസ്റ്റ് പ്രോബബ്ലി നിങ്ങളൊരു സെപ്പറേഷൻ, ഒരു ബ്രേക്കപ്പ്, ഇതിനൊക്കെ ശേഷമായിരിക്കും. മേ ബി ഒരു റീയൂണിയൻ ആവാം, അതല്ലെങ്കിൽ എൻറ്റയർലി ന്യൂ കണക്ഷൻ ആവാം. നമുക്ക് നോക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്താണ് പറയുന്നത് എന്നുള്ളത്. I am thinking of you this very moment. Your love fills me with light. I love you. നിങ്ങളുടെ ഫ്യൂച്ചർ പാർട്ട്ണർ അല്ലെങ്കിൽ കറണ്ട് പാർട്ട്ണർ സോൾഫുള്ളി നിങ്ങളോട് പറഞ്ഞിട്ടുള്ള മെസ്സേജാണ്. ദിസ് ഇസ് എ ഡയറക്റ്റ് മെസ്സേജ് ഫ്രം ദെയർ സോൾ. അപ്പോൾ അവർ നിങ്ങളെ തേടിയെത്തുകയാണ്. ബിക്കോസ് ഓൾറെഡി നിങ്ങളുടെ ആ സ്നേഹം എന്ന് പറയുന്ന എനർജിയിലേക്ക് അവരും നിങ്ങളും ഒരേപോലെ അലൈൻഡ് ആയി കഴിഞ്ഞു എന്നുള്ളതാണ്. ആൻഡ് നിങ്ങളുടെ ഒരു ആർക്കിടൈപ്പ് എനർജി എന്ന് പറയുന്നത് ദ അനിമൽ. നമ്മൾ എല്ലാ ആനിമൽസിനെ പോലെ തന്നെയും നമ്മുടെ ഉള്ളിലും ഉള്ളത് വാം ബ്ലഡാണ്. നമുക്ക് എല്ലാവർക്കും നേച്ചറുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു ഡീപ്പ് ഡിസയർ ഉണ്ട്. വാട്ടർഫാൾസിൽ നിന്ന് വെള്ളം കുടിക്കുക, രാത്രിയായി കഴിഞ്ഞാൽ ചന്ദ്രനെ നോക്കി, മൂൺ നോക്കി ഇരിക്കുക, ഇതൊക്കെ എല്ലാവർക്കും നാച്ചുറൽ ഹീലിംഗ് തന്നെയാണ്. ഇതിനൊക്കെ നമ്മൾ എത്ര ഓടി ഒളിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പ്രശ്നം വരുന്ന സമയത്ത് ഹീലിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ നേച്ചറിനെ തന്നെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യം വരും. എത്ര കോൺക്രീറ്റ് ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ AC-യിൽ നിങ്ങൾ ഇരിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾക്ക് മഞ്ഞ് കാണാനും വാട്ടർഫോൾ കാണാനും റിവർ സൈഡിൽ നടക്കാനും ബീച്ച് കാണാനും ഒക്കെയുള്ള ഒരു ഡീപ്പ് ഡിസയർ ഉണ്ട്. അതുമായിട്ട് കണക്ട് ചെയ്യുക. ആൻഡ് ക്ലിയർ ക്രിസ്റ്റൽസ് നിങ്ങൾക്ക് ഈ ഒരു ഇയർ തരുന്ന ഹീലിംഗ് എന്ന് പറയുന്നത് ചെറുതല്ല. അതായത് ഒരുപാട് നെഗറ്റിവിറ്റീസ് നിങ്ങളുടെ ഉള്ളിൽ പൈലപ്പ് ചെയ്തിരിക്കുന്നതിനെയെല്ലാം ഈ ഒരു വർഷം പുറത്തെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ഭയത്തിനെ നിങ്ങൾ പഠിക്കണം, പേടിക്കരുത് എന്ന് പറഞ്ഞത്. ആൻഡ് ഈ ഒരു ടാരോ ചാംസ് കാണിക്കുന്നത് നിങ്ങളുടെ ഗ്രോത്ത് ഇല്ലാതിരുന്ന കാര്യം, നമുക്കിത് റിവേഴ്സ് ആയിരുന്നു വന്നിരുന്നത്. ഗ്രോത്ത് ഇല്ലാതെ ഇരുന്ന ഒരു ജീവിതമായിരുന്നു. അതായത് ഒരു സ്റ്റക്നെസ്, ഒരു മരവിപ്പ്, ഒരു മൊരടിച്ചു പോയ ഒരു ഗ്രോത്ത്, അതിനെയൊക്കെ നിങ്ങളുടെ പേടി മറികടക്കുന്നത് വഴി നിങ്ങൾക്ക് സക്സസ് ആക്കി മാറ്റാൻ സാധിക്കും. അങ്ങനെ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ചിറക് വെച്ചിട്ട് നിങ്ങൾ പറക്കുകയാണ്. ആൻഡ് എലിഫന്റ് ഓൾസോ ഡിനോട്ട്സ് വെൽത്ത്, സക്സസ്. അതുപോലെ ഇറ്റ്സ് ടൈം ടു ബ്രിങ് ഔട്ട് ദ എലിഫന്റ് ഇൻ ദ റൂം എന്ന് പറയല്ലോ. അതായത് നമ്മൾ ഇത്രയും കാലം അടച്ചു വെച്ചിരുന്ന, അല്ലെങ്കിൽ നമ്മൾ പറയാതെ മാറ്റി വെച്ചിരുന്ന, നിങ്ങളുടെ ഉള്ളിൽ സപ്രസ് ചെയ്ത് വെച്ചിരുന്ന ദ ബിഗ്ഗസ്റ്റ് ഇഷ്യൂ ഓഫ് യുവർ ലൈഫ്, അത് നിങ്ങൾ കണ്ടില്ലെന്ന് നടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ആ ഒരു കാര്യം അത് നിങ്ങൾ ഡെഫിനറ്റ്ലി ഈ ഒരു വർഷം ക്ലിയർ ചെയ്യുന്നുണ്ട്. അതായത് ശരിക്കും ആ ഒരു കാര്യം നിങ്ങൾ ക്ലിയർ ചെയ്യുന്നത് വഴി തന്നെ നിങ്ങളുടെ ജീവിതം 180 ഡിഗ്രി ടേൺ എടുക്കുകയാണ്, ഫ്ലിപ്പ് ചെയ്യുകയാണ്. ഇതാണ് നിങ്ങളെ തളർത്തിയിരുന്ന ഒരു ഫാക്ടർ. അതായത് നിങ്ങളെ ഗ്രോത്ത് ഇല്ലാതെ
നിങ്ങൾക്ക് നിങ്ങളായിട്ട് ജീവിക്കാൻ പറ്റാതെ ഇരുന്നിരുന്ന ആ ഒരു മേജർ ആയിട്ടുള്ള ഒരു ഫാക്ടർ ഉണ്ട്. നിങ്ങളുടെ ആ ഒരു മേജർ ആയിട്ടുള്ള ഒരു പേടിയുണ്ട്. അതിനെ നിങ്ങൾ ധൈര്യപൂർവ്വം കറേജസ് ആയിട്ട് അതിജീവിക്കുന്നത് വഴി എവിടെ നിന്നും ഇല്ലാത്ത പവർ നിങ്ങൾ ഗെയിൻ ചെയ്യാണ്. ആൻഡ് ഡ്രാഗൺ ഫ്ലൈസ് ആർ എൻ ഇൻഡിക്കേഷൻ ഓഫ് ഗുഡ് ഓമൻ. നിങ്ങൾക്ക് സ്പിരിച്വൽ അവേക്കനിങ്, പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റീസ്. ഓക്കെ, യെസ്. അപ്പം ഇതായിരുന്നു ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾക്കുള്ള ഒരു റീഡിംഗ് എന്ന് പറയുന്നത്. കരിയർ വൈസ് ഉള്ള നിങ്ങളുടെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി അതിലേക്ക് ടാപ്പിൻ ചെയ്യുക. ഭയങ്ങളെല്ലാം അതിജീവിക്കുക. മടിയും അലസതയും ഒക്കെ മാറ്റിവെച്ച് നിങ്ങൾക്ക് വേണ്ടി ഉണർന്ന് പ്രവർത്തിക്കുന്ന ഒരു സമയം തന്നെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്കിത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്സ് തരിക, റീഡിംഗ് എടുത്തതിലും ടാറോ പഠിച്ചതിൽ. നമ്മുടെ ചാനലിൻ്റെ മറ്റു വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. കൂടാതെ നിങ്ങൾക്കൊരു പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോയിൻമെൻറ്റ്സ് എല്ലാം ലഭ്യമാവുന്നതാണ്. നമുക്ക് കൗൺസിലിംഗ് സെഷൻസ് ഉണ്ട്, ഹീലിംഗ് സെഷൻസ് ഉണ്ട്. നമ്മുടെ ചാനലിൽ ടാരോ റീഡിംഗ് കോഴ്സസ് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഏത് തരത്തിലുള്ള ഡീറ്റെയിൽസിനാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഡീറ്റെയിൽസ് ലഭ്യമാവുന്നതാണ്. ഓക്കെ, നമുക്കിനി ഗ്രൂപ്പ് നമ്പർ 2 അക്വാമറൈൻ സെലക്ട് ചെയ്ത് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് കടക്കാം. യെസ്, ഗ്രൂപ്പ് നമ്പർ 2 അക്വാമറൈൻ സെലക്ട് ചെയ്ത് നിങ്ങളുടെ റീഡിംഗ് ആണ്. 2025 നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ, നിങ്ങൾക്കുള്ള കാർഡ്സ് നമുക്ക് എടുക്കാം. 6th ഹൗസ്, സസ്റ്റൈനബിലിറ്റി. റൊട്ടീൻ ലൈഫുമായിട്ട് ഉള്ള ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ട സമയം. പാസ്റ്റ്, സൗത്ത് നോഡ്, പാസ്റ്റ്. ജസ്റ്റ് സീ ദിസ് 33-44. ഓക്കെ, 33 വിട്ട് 44ലേക്ക് ഒരു ജമ്പ്. ഹാബിറ്റ്സ് മാറ്റേണ്ട സമയം. ഹീലാണ് വന്നിരിക്കുന്നത്. നമ്പർ 28, loot or rebirth. Okay, and Jupiter, abundance. Wow. Okay, let's take more cards. Jupiter എന്ന് പറയുമ്പോൾ എക്സ്പാൻഷൻ ആണ്. ഈവൻ നമുക്ക് വെൽത്ത് വൈസ് ആണെങ്കിലും നിങ്ങളുടെ ക്യാരക്ടർ എല്ലാ രീതിയിലും എക്സ്പാൻഷൻ ആണ്. ലക്ക് ആണ് അട്രാക്ട് ചെയ്യുന്നത്. ആൻഡ് ദിസ് ഇസ് ഹീലിംഗ്. ഓക്കെ, നിങ്ങൾക്ക് ഓൾറെഡി 2 തവണ ഹീല് വന്നിട്ടുണ്ട്. സോ ഹീലിംഗ് ഇസ് എ മേജർ തീം in 2025 for you. And one more card, communication. Bottom energy is freedom. So it's healing from your past and liberated to freedom. Moon guidance നോക്കാം. നിങ്ങളുടെ ഇമോഷൻസ് എങ്ങനെയായിരിക്കും 2025 എന്നുള്ളത് നമുക്ക് നോക്കാം. Nothing will come of this situation. Void, of course, moon. Okay. A personal issue reaches resolution. Full moon in Cancer. Strongest moon you can ever get. Bottom energy. Emotions are running high. Super moon ആണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉള്ള എനർജിയും കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, ഇത് നമുക്ക് ലാസ്റ്റ് റിവീൽ ചെയ്യാം. ഇത് ഇവിടെ ഇരിക്കട്ടെ. ആൻഡ് നിങ്ങളുടെ ഒരു ഓവറോൾ എനർജി എന്താണ് എന്നൂടെ നമുക്ക് നോക്കാം.
ആൻഡ് ഇത് നമുക്ക് ലാസ്റ്റ് റിവീൽ ചെയ്യാം. ഇവിടെ വയ്ക്കാം. ഓക്കെ. ആൻഡ് നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള അഫർമേഷൻ ഫോർ ദ ഇയർ എന്താണ് എന്നുള്ളതും കൂടെ നമുക്ക് എടുക്കാം. ഓക്കെ, ഇത് നമുക്ക് ഇവിടെ വയ്ക്കാം. ലാസ്റ്റ് റിവീൽ ചെയ്യാം. നിങ്ങൾക്ക് വേണ്ടി നമുക്ക് ടാരോ ചാംസ് എടുക്കാം. Owl energy, flower, a star, again healing, wish fulfillment. Okay, palm, peace, and leaf. Healing energy ആണ് leaf again. So നിങ്ങളുടെ ഒരു ഓവറോൾ തീം എന്ന് പറയുന്നത് തന്നെ ഹീലിംഗ് എനർജിയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ഉയർത്തെഴുന്നേൽപ്പ് എന്ന് തന്നെ പറയാം നിങ്ങൾക്ക് ഈ 2025 അത് നിങ്ങൾ തുടങ്ങുന്നത് നിങ്ങളുടെ പാസ്റ്റിലുണ്ടായ മുറിവുകളിൽ നിന്ന് കുറച്ച് ലെസൺസ് പഠിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്കൊരു അവേക്കനിങ് ഉണ്ടാവുന്നുണ്ട്. ഓൾസോ നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് കർമ്മയായിട്ട് കണക്ട് ചെയ്യുന്ന കാർഡ്സ് ആണ് കാണിച്ചിരിക്കുന്നത്. സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസയറിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾ ഈ ഒരു ലൈഫ് ടൈം എടുത്തിരിക്കുന്നത്. ആ ഒരു ഡിസയറിന് നിങ്ങൾക്ക് ക്യാൻസർ രാശിയുമായിട്ട് ബന്ധമുണ്ട്. ക്യാൻസർ രാശിയിൽ നിൽക്കുന്ന വ്യക്തികളായിരിക്കാം മേ ബി നിങ്ങൾ. അതായത് പുണർദം, പൂയം, ആയില്യം നക്ഷത്രം, അല്ലെങ്കിൽ നിങ്ങളുടെ സോഡിയാക് ക്യാൻസർ ആയിരിക്കാം. അത് വളരെയധികം കണക്റ്റഡ് ആണ് നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു എനർജി. ഓൾസോ വിത്ത് സ്കോർപിയോ വാട്ടർ എനർജി ആണ്. ഓൾറെഡി വി ഹാവ് ഹൈ ഇമോഷൻസ്. സോ ഇമോഷൻസിനെ കയ്യിലിട്ട് അമ്മാനമാടാൻ നിങ്ങൾ പഠിക്കുകയാണ്. ഇത്രയും കാലം നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരിക്കാം പല സാഹചര്യത്തിലും എങ്ങനെയാണ് മറ്റുള്ളവർ അതിനെ വളരെ ഈസി ഗോയിങ് ആയിട്ട് എടുക്കുക, അവരെങ്ങനെ അത് എളുപ്പത്തിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല. അത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനോ സെനാരിയോ ഒന്നും പോലും ആയിരിക്കില്ല. പക്ഷെ അവിടെയൊക്കെ നിങ്ങൾക്ക് മാനസികമായിട്ട് ഇഷ്യൂസ് വരികയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഡിസയേഴ്സിനൊക്കെ മുകളിൽ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ നിരാശകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നത്തിങ് വിൽ കം ഔട്ട് ഓഫ് ദിസ് സിറ്റുവേഷൻ എന്നാണ്. അതായത് പ്രത്യേകിച്ച് ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു, കിടന്നുറങ്ങുന്നു. ഒരു അർത്ഥം നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുന്നില്ല. അതായത് നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നില്ലായിരുന്നു എങ്കിൽ ഇനി അതിന് മാറ്റം വരികയാണ്. അതെങ്ങനെയാണ് മാറ്റം വരുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ പാസ്റ്റ് കർമ്മ ഇവിടെ ഹീലാകപ്പെടുന്നുണ്ട്. ശരിക്കും നമുക്ക് ഏതെങ്കിലുമൊക്കെ ഒരു തെറ്റുകൾ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ പീനൽ കോഡ് ശിക്ഷകളൊക്കെ ഉണ്ട്. അത് 2 വർഷം, 3 വർഷം, 7 വർഷം, അങ്ങനെ 14 വർഷം എന്നൊക്കെ പറയുന്ന ശിക്ഷകളുണ്ട്. എന്ന് പറയുന്ന പോലെ യൂണിവേഴ്സിന് നിങ്ങളുടെ ഗ്രോത്തിനെ മരവിപ്പിച്ചുകൊണ്ട്, അതായത് നിങ്ങളുടെ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുകയാണ്, മെറ്റീരിയലിസ്റ്റിക്കൽ പ്രോഗ്രസ് എന്ന് പറയുന്ന ഒരു കാര്യം, അതിനെ മരവിപ്പിച്ചു വെച്ചിട്ട് നിങ്ങളുടെ ആത്മാവിന് വേണ്ട ഒരു ഗ്രോത്തിനെ തന്നുകൊണ്ടിരിക്കുകയാണ്. അത് പക്ഷെ നമുക്ക് വിസിബിൾ അല്ല. പക്ഷെ ആ ഗ്രോത്ത് എങ്ങനെയാണ്? ആ ഗ്രോത്ത് എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ശിക്ഷകൾ അനുഭവിച്ച് തീർക്കുക എന്നുള്ളതാണ്. എന്താണ് ശിക്ഷ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിസിബിളി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഗ്രോത്ത് ഇല്ല, പക്ഷെ നിങ്ങളിങ്ങനെ ജീവിക്കുന്നുണ്ട്. അത് നിങ്ങൾക്കൊരു ശിക്ഷയായി തോന്നും എന്നുണ്ടെങ്കിലും, ഗ്രോത്ത് ഇല്ലാത്തത് എന്തും നമുക്ക് ശിക്ഷയായിട്ട് തോന്നും എന്ന് ഉണ്ടെങ്കിലും, നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിങ്ങൾക്ക് അറിഞ്ഞോ അറിയാതെയോ പറ്റിയിട്ടുള്ള മിസ്റ്റേക്സിനെ ഹീല് ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ സോളിന്റെ ഒരു ഗ്രോത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഇത്രയും വർഷങ്ങൾ അത് ആ ശിക്ഷയ്ക്ക് വേണ്ടി കൺസ്യൂം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പം എവറി സിറ്റുവേഷൻ കംസ് ഔട്ട് വിത്ത് എ ലെസൺ അല്ലെ? ഓരോ സാഹചര്യവും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു തരത്തിൽ ഒരു നേട്ടം, അത് മെറ്റീരിയലിസ്റ്റിക്കലിയോ അല്ലെങ്കിൽ ഒരു ലെസണിലൂടെയോ നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഉണ്ടായിരുന്നത് പറയാനും മാത്രം കയ്യിലൊന്നും ഒരു നേട്ടമായിരിക്കില്ല, പക്ഷെ മാനസികമായിട്ട് നിങ്ങൾ ഒരുപാട് ലെസൺസ്
പഠിച്ചു മുന്നേറുന്നുണ്ട്. ആ ഒരു മുന്നേറ്റം എന്ന് പറയുന്നത് നിങ്ങളെ കണക്ട് ചെയ്യുന്നത് ഇതുവരെ നിങ്ങൾ അനുഭവിക്കാത്തതായിട്ടുള്ള എക്സ്പാൻഷൻ, ക്യാരക്ടർ എക്സ്പാൻഷൻ, ലക്ക് അട്രാക്ട് ചെയ്യുക, വെൽത്ത്, അബണ്ടൻസ്, എഡ്യൂക്കേഷൻ. ഇത്രയും കാലം എക്സാംസ് ഒന്നും ക്ലിയർ ചെയ്യുന്നില്ല, ഇനി എക്സാം ക്ലിയർ ചെയ്യുന്നു. മാരേജ് നോക്കുന്നു, നടക്കുന്നില്ല. മാരേജ് നടക്കുന്നു. റിലേഷൻഷിപ്പ് നോക്കുന്നു, ശരിയാവുന്നില്ല. എല്ലായിടത്തും നിങ്ങൾക്ക് ബാഡ് ലക്ക്, ബാഡ് ലക്ക്. ഇത് കേട്ട് കേട്ട് മടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ നേരെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു എനർജിയിലേക്ക് നിങ്ങൾ ടാപ്പിൻ ചെയ്യുന്നു. ആൻഡ് ഇമോഷൻസിനെ വളരെ കൺട്രോൾ ചെയ്യാൻ പഠിക്കുന്നുണ്ട്. നിങ്ങളുടെ ഇമോഷൻസ് എവിടെയും പോകുന്നില്ല. യു ആർ സ്റ്റിൽ ദാറ്റ് സെയിം സെൻസിറ്റീവ് പേഴ്സൺ. പക്ഷെ ഈ സെൻസിറ്റിവിറ്റിയെ നിങ്ങളുടെ സ്ട്രെങ്ത് ആക്കി മാറ്റാൻ നിങ്ങൾ പഠിക്കുന്നു എന്നുള്ളതാണ്. അത് നിങ്ങളെ എങ്ങനെ ഹെൽപ്പ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ത്രൂ പ്രോപ്പർ പ്രാക്ടീസ് ഓഫ് മെഡിറ്റേഷൻ, റെഗുലറായിട്ട് ഒരു പ്രാക്ടീസ് ചെയ്യുക, ആൻഡ് കൺസിസ്റ്റൻസി ഉണ്ടാക്കുക എന്നുള്ളതാണ് ജീവിതത്തിൽ. കൺസിസ്റ്റൻസി ഉണ്ടാകുന്നത് എങ്ങനെയാണ്? നമ്മൾ മനഃപൂർവ്വം ഒരു റുട്ടീൻ ലൈഫ് ക്രിയേറ്റ് ചെയ്ത് എടുക്കുകയാണ്. അതായത് നിങ്ങളിൽ ഒരു ഹാബിറ്റ് ഉണ്ടാക്കി എടുക്കുകയാണ്. ഏതൊരു കാര്യത്തിന്റെ സക്സസിന്റെയും അടിസ്ഥാനപരമായി തുടങ്ങേണ്ടതെന്ന് പറഞ്ഞാൽ അതിനു വേണ്ടിയുള്ള പ്രവർത്തനം. ആ പ്രവർത്തനം പടിപടിയായിട്ട് നിങ്ങൾ ബിൽഡ് ചെയ്തെടുക്കുകയാണ്. സോ ദാറ്റ് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അതൊരു വലിയൊരു ഭഗീരഥ പ്രയത്നമായിട്ട് തോന്നില്ല. ഇറ്റ് കംസ് ടു യു ഈസിലി. സക്സസ് കംസ് ടു യു ഈസിലി. അപ്പോൾ അതാണ് നിങ്ങളുടെ ഹീലിംഗ്. മടി ഉണ്ടെങ്കിൽ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഹീലിംഗ് എടുത്ത സമയത്ത് ഒരു കുട്ടിയോട് ചോദിച്ചു, പറഞ്ഞു കുളിക്കാൻ വരെ മടിയാണെന്ന് അറിയാം, അപ്പൊ അത് മാറ്റണം. മടിയൊന്നുമില്ല, എന്നും കുളിക്കുമെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഇന്നിപ്പോ കുളിക്കണം, ഇപ്പൊ വേണ്ട, ഒരു അരമണിക്കൂറും കൂടെ കഴിഞ്ഞ്, ഒരു മണിക്കൂറിനെ കഴിഞ്ഞ്, അങ്ങനെ ഒന്ന് കുളിക്കാൻ വേണ്ടി 2-3 മണിക്കൂർ ഇങ്ങനെ ചടഞ്ഞിരിക്കും, എന്നിട്ടാണ് പോയി കുളിക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? മടിയില്ലാത്തതുകൊണ്ടാണോ? അല്ല, മടിയാണോ അവിടെ? പക്ഷെ ഈ മടിയൊക്കെ എവിടുന്നാ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മാനസികമായിട്ടുള്ള ബാഗേജുകളിൽ നിന്നാണ് ഇത് വരുന്നത്. ആൻഡ് ഇത് വരാനുള്ള റീസൺ ആണ് നിങ്ങളുടെ കർമ്മ. നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാറായില്ല, സമയമായില്ല. കർമ്മ തീർത്തോണ്ടിരിക്കാൻ വേണ്ടിയിട്ട് സോൾ അത് ഉപയോഗിച്ചു, നിങ്ങളുടെ സമയം, നിങ്ങളുടെ ജീവിതം. അപ്പൊ ഇവിടെ അത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് മടിയിൽ നിന്നൊക്കെ പുറത്തു വന്നിട്ട് ഈ പറയുന്ന റുട്ടീൻ ലൈഫ് വളരെ ഈസി ആയിട്ട് സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. നിങ്ങളുടെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ കിടന്നുറങ്ങുന്നത് വരെയുള്ള നിങ്ങളുടെ റുട്ടീൻ ലൈഫ് നിങ്ങൾക്ക് ഒരു ക്ഷീണമില്ലാതെ, തടസ്സമില്ലാതെ, ടയേർഡ്നെസ് ഇല്ലാതെ, മാറ്റിവെക്കലുകളില്ലാതെ, പ്രൊക്കാസ്റ്റിനേഷൻ ഇല്ലാതെ അങ്ങനെ 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 പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തന്നെ മനസ്സിലാക്കാം നിങ്ങളുടെ ജീവിതത്തിന്റെ അടിത്തറ നിങ്ങൾ ഏകദേശം സ്ട്രോങ് ആക്കി. ഇനി നിങ്ങളെ തോൽപ്പിക്കാൻ ഒരു വ്യക്തികൾക്കും, ഒരു സാഹചര്യത്തിനും, എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു എനർജികൾക്കും കഴിയില്ല എന്നുള്ളത്. ഓൾസോ ഇവിടെ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായി വരുന്നുണ്ട്. അതിനെന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ, റൈറ്റ് എമൗണ്ട് ഓഫ് വിസ്ഡം നിങ്ങളുടെ ഉള്ളിൽ എത്തുന്നുണ്ട് എന്ന് പറയുമ്പോൾ, ഏതൊരു സാഹചര്യത്തിൽ റൈറ്റ് ആക്ഷൻ റൈറ്റ് ആയിട്ട് സമയത്ത് എടുക്കാനുള്ള ബുദ്ധി, ബോധം, അവയർനെസ് ഉണ്ടാകുന്നത് വഴി നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവുകയാണ്. ഇപ്പൊ നിങ്ങൾ ഓഫീസിലൊക്കെ ഒരു മീറ്റിംഗിൽ ഇരിക്കുന്നു, ഇത്രയും കാലം നിങ്ങൾ വിചാരിച്ചു, അയ്യോ എൻ്റെ ഐഡിയ പറയണോ വേണ്ട, ആൾക്കാർ എന്ത് വിചാരിക്കും, അതൊക്കെ മാറുകയാണ്. ബിക്കോസ് യു ആർ റിയലി കോൺഫിഡൻറ്റ് അബൌട്ട് യുവർ ഐഡിയ. ബിക്കോസ് നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഐഡിയ അത്രയും വർത്തിയാണ് എന്നുള്ളത്. നിങ്ങൾക്ക് അത്രയും മൂല്യമുണ്ട്. കാരണം നിങ്ങൾ അതിന് വേണ്ട വിസ്ഡം നേടിയെടുത്തിട്ട് ത്രൂ യുവർ ലൈഫ് ലെസൺസ്, ത്രൂ പ്രാക്ടിക്കൽ ലെസൺസ് ആണ് നിങ്ങൾ ഐഡിയാസ് കിട്ടിയിട്ടുള്ളത്, ലെസൺസ് പഠിച്ചിട്ടുള്ളത്. അതിനെ ഇനി നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ആർക്കും തട്ടിയെടുക്കാൻ സാധിക്കില്ല. ആ എക്സ്പീരിയൻസസിൽ നിന്നുണ്ടായ എൻലൈറ്റ്മെന്റിൽ നിന്നുണ്ടായ കോൺഫിഡൻസിൽ നിന്നുണ്ടായിട്ടുള്ള ധൈര്യം, കറേജ്, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻസ് പ്രോപ്പർ ആവുന്നുണ്ട്. ആൻഡ് റിലേഷൻഷിപ്പിൽ ലുക്ക് ഇൻസൈഡ് യുവർ സെൽഫ്, എക്സാമിൻ വാട്ട് ഇസ് കോസിങ് യു ടു ഫീൽ ദിസ് വേ. യെസ്, ഇതും ഹീലിങ്ങിന്റെ ഭാഗമാണ്. നമ്മളുടെ റിലേഷൻഷിപ്പുകൾ ഫ്രണ്ട്സുമായിട്ടുള്ളത്, പാർട്ട്ണറുമായിട്ടുള്ളത്, പാരൻസുമായിട്ടുള്ളത്, കലീഗ്സുമായിട്ടുള്ളത്, ഏത് വ്യക്തികളുമായിട്ടും ഉള്ളത്, ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന സ്ട്രേഞ്ചേഴ്സ് ആയിരിക്കാം. ഒരു പരിചയം നിങ്ങൾക്ക് ഇന്നലെ വരെയില്ല, അവരെ കാണുന്നു, അവരോട് മാന്യമായ രീതിയിൽ, അവരോട് നല്ലൊരു പോസിറ്റീവ് വൈബ്രേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും
കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം വേണ്ടത് നിങ്ങളോടൊരു റിലേഷൻ ക്ലിയർ ആയിരിക്കണം എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് വേണ്ടത് എന്താണ്, നിങ്ങളുടെ ബിഹേവിയർ എന്താണ്, നിങ്ങളുടെ ക്യാരക്ടർ എന്താണ്, നിങ്ങളുടെ ഡ്രീം എന്താണ്, നിങ്ങളുടെ ഗോൾ എന്താണ്, നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഓരോ നെക്സ്റ്റ് സ്റ്റെപ്പും നിങ്ങളുടെ ഏതാഗ്രഹത്തിലേക്കാണ് നിങ്ങളെ അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പറയാൻ പോകുന്ന ഓരോ വാചകങ്ങളും നിങ്ങളുടെ ഏത് ലക്ഷ്യത്തിലേക്കാണ് നിങ്ങളെ ചേർത്ത് വെക്കാൻ പോകുന്നത്, ഏത് വാതിലാണ് നിങ്ങൾക്ക് തുറന്നു തരാൻ പോകുന്നത്. ലൂസ് ടോക്സ് ഒഴിവാക്കുക. മൗനം വിദ്വാനുഭൂഷണം എന്നാണ് പറയുക. അത്രയൊന്നും വരെ നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല, മൗനം ഒന്നും നിങ്ങൾക്ക് ആവശ്യമില്ല. പക്ഷെ വാക്കുകൾ ചിന്തിച്ചിട്ട് അളന്ന് പറയുക. ബ്ലാ 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 എന്ന് പറയുന്ന രീതികൾ മാറ്റുക. അവിടെ തന്നെ എനർജി ഡ്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്തിനാ വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ കഞ്ഞിയും കറിയും വെച്ചു, ഇത് നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ കളീഗിന്റെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ ഇന്ന് ഇതാണ് വെച്ചത്, ഞാൻ അതാണ് വെച്ചത്. എന്തിനാണ് ഇതിന്റെ ആവശ്യം? എന്താ? ഇത് നിങ്ങളുടെ കളീഗ് അറിഞ്ഞിട്ട് എന്താ ആവശ്യം? നിങ്ങൾ നേരെ ഓപ്പോസിറ്റ് ഒന്ന് ചിന്തിച്ചു നോക്കാം. നിങ്ങളുടെ ഒരു കളീഗ് നിങ്ങളുടെ അടുത്ത് വന്ന് പറയാം, ഞാൻ ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ ഇന്ന ആളെ കണ്ടു, ഞാൻ അവരോട് ഇന്ന കാര്യം പറഞ്ഞു, ഞാൻ ഇന്ന ഷോപ്പിങ്ങിന് പോയി, ഞാൻ ഇന്ന ചെരുപ്പ് വാങ്ങിച്ചു. ഇതൊക്കെ ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ എനർജിയിൽ അലൈൻഡ് ആവുന്നുണ്ടോ? നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? അത്രയും സമയം വെറുതെ പോയി കിട്ടി. ഇതൊന്നും ഒരു റിലാക്സേഷന് വേണ്ടിയിട്ടുള്ള ഒരു ടോക്കുകളൊന്നും അല്ല. ഇഫ് യു തിങ്ക് അതങ്ങനെ ആണ് എന്നുണ്ടെങ്കിൽ അത് അങ്ങനെ അല്ല. ഈ കൊച്ചു വർത്താനം പറഞ്ഞിരിക്കുക എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, ലക്ഷ്യബോധം ഇല്ലാത്തവരാണ് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ബന്ധങ്ങളിൽ ഊഷ്മളത വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു പ്രയോജനവും ഇല്ലാത്ത സംസാരങ്ങളൊക്കെ ചിലപ്പം ഉണ്ടായി എന്ന് വരാം. പക്ഷെ അത് ആ ബന്ധത്തിന്റെ അടിത്തറ ഉറപ്പിക്കുന്ന തരത്തിലുള്ള, മാനസികമായിട്ടുള്ള ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന തരത്തിലുള്ള, പരസ്പരം മൂല്യം തോന്നുന്ന രീതിയിലുള്ള സംസാരങ്ങളാണെങ്കിൽ ഈവൻ പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ലാത്ത പല കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം, തെറ്റില്ല. പക്ഷെ ഇവിടെ നിങ്ങൾ ഈ ഒരു 1 ഇയറിൽ നിങ്ങൾക്ക് വേണ്ടത് ഗോൾ ഫോക്കസിംഗ് ആണ്. ലൂസ് ടോക്സ് ഒഴിവാക്കാം. ആൻഡ് നിങ്ങളുടെ ഒരു ആർക്കിടൈപ്പ് എനർജി ഈ ഒരു വർഷം എന്തായിരിക്കും എന്ന് വെച്ചാൽ ദ ക്വീൻ. വാവ്, യെസ്. ബിഹേവ് ലൈക്ക് എ ക്വീൻ, തിങ്ക് ലൈക്ക് എ ക്വീൻ, ആക്ട് ലൈക്ക് എ ക്വീൻ. എങ്ങനെയാണ് ഒരു ക്വീൻ തിങ്ക് ചെയ്യുക? ഈ പറഞ്ഞതുപോലെ അൺവാണ്ടഡ് ആയിട്ടുള്ള എനർജീസുമായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ തന്നെ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. ഫിൽട്ടർ ചെയ്തിട്ട് നിങ്ങളുടെ ഗോൾസിലേക്ക് അലൈൻ ചെയ്യുന്ന ആൾക്കാരെ മാത്രം നിങ്ങളിലേക്ക് അടുപ്പിക്കുക. അതായത് നമ്മൾ ഒരു ക്വീൻ എന്ന് പറയുമ്പം സ്റ്റാറ്റസ് നോക്കി, ഫിനാൻസ് നോക്കി അങ്ങനെയൊന്നും അല്ല. സോളിന്റെ ക്വാളിറ്റി നോക്കിയിട്ടാണ് നമ്മൾ ഫിൽട്രേഷൻ വെക്കേണ്ടത്. അതായിരിക്കണം നിങ്ങളുടെ ബെഞ്ച് മാർക്ക്, അല്ലെങ്കിൽ അതായിരിക്കണം നിങ്ങളുടെ ഒരു അടിത്തറ. ഫിൽട്രേഷന്റെ ഒരു അടിത്തറ അതിന് ബേസ് ചെയ്തിട്ടായിരിക്കണം. ആൻഡ് നിങ്ങളുടെ റൂട്ട് ചക്ര സ്ട്രോങ് ആവുന്നുണ്ട്, സേക്രൽ ചക്ര സ്ട്രോങ് ആവുന്നുണ്ട്. അതായത് ഹോപ്പ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യപ്പെടുന്നുണ്ട്. യു ആർ ഫൈനലി സേഫ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. യു സ്റ്റാർട്ടിങ് ടു ലവ് യുവർ ലൈഫ്. സെൽഫ് ലവ് ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ യൂണിവേഴ്സിനെ സ്നേഹിക്കാൻ പഠിക്കുന്നുണ്ട്, എല്ലാവരെയും മനസ്സിലാക്കാൻ പഠിക്കുന്നുണ്ട്, ആൻഡ് ലക്ഷ്യബോധം ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ ക്രിയേറ്റീവ് പവർ വർദ്ധിക്കുന്നുണ്ട്. സാഹചര്യം ഏതാണെങ്കിലും അത് ചിലപ്പോൾ ടോക്സിക് ആയിരിക്കാം, അല്ലായിരിക്കാം. നിങ്ങളുടെ ലക്ഷ്യത്തിന് വേണ്ട ഒരു ചുറ്റുപാടൊന്നും ആയിരിക്കില്ല. പക്ഷെ ഏത് ചുറ്റുപാടാണോ പെർസിസ്റ്റ് ചെയ്യുന്നത് അവിടെ തന്നെ തുടർന്നുകൊണ്ട് നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് ഉയരാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിന് നിങ്ങളെ ഈ അഫർമേഷൻ ഹെൽപ്പ് ചെയ്യും. ഐ റേഡിയേറ്റ് കോൺഫിഡൻസ്. കോൺഫിഡൻസ് ലൈക്ക് എ ക്വീൻ. ഡിസിഷൻ മേക്കിംഗ് ലൈക്ക് എ ക്വീൻ. യെസ്, യു ഹാവ് ദ പവർ. ഇമോഷണലി നിങ്ങൾ നിങ്ങളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പഠിച്ചു. എംപതി ഉണ്ടായിട്ടുണ്ട്, അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിട്ടുണ്ട്. ഹൗ യു തിങ്ക് എന്ന് നിങ്ങൾ മനസ്സിലാക്കി. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഹൗ അതേഴ്സ് ആർ തിങ്കിങ്. നിങ്ങളെപ്പോലെ തന്നെയുള്ള മനുഷ്യരാണ് നിങ്ങളുടെ ചുറ്റുമുള്ളവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ എങ്ങനെ തിങ്ക് ചെയ്യും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവാൻ തുടങ്ങി. അവിടെ നിന്ന് നിങ്ങൾക്ക് മനുഷ്യരെ മനസ്സിലാക്കാൻ തുടങ്ങി, ലോകത്തിനെ മനസ്സിലാക്കാൻ തുടങ്ങി, നിങ്ങളെല്ലാവരെയും സ്നേഹിക്കാൻ തുടങ്ങി, നിങ്ങളെപ്പോലെ നിങ്ങളെല്ലാവരെയും കാണാൻ തുടങ്ങി. അവിടെ നിന്ന് ലക്ഷ്യബോധങ്ങളിലേക്ക് നിങ്ങൾ എത്തുന്നുണ്ട്. ആൻഡ് ആൻസിസ്റ്റേഴ്സിന്റെ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്കുണ്ട്. അതായത്
പല സ്പിരിച്വൽ റെലംസിൽ ഉള്ള വ്യക്തികളുമായിട്ടുള്ള ഒരു ബ്ലെസ്സിങ്സ് നിങ്ങൾക്കുണ്ട്. മേ ബി നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് ആയിരിക്കണം എന്നില്ല. യു ആർ കണക്ടിങ് വിത്ത് യുവർ സോൾ ഫാമിലി. അവർ നിങ്ങൾക്ക് ഒരുപാട് ഇൻസൈറ്റ്സ് തരുന്നുണ്ട് ത്രൂ യുവർ ഡ്രീംസ്, മേ ബി ത്രൂ യൂണിവേഴ്സൽ സയൻസ് ആൻഡ് പീസിലേക്ക് നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഫൈനലി യു ആർ റെഡി ടു സേ നോ വെൻ റിക്വയർഡ് ആൻഡ് യെസ് വെൻ റിക്വയർഡ്. നിങ്ങളുടെ ഒരു വിഷ് ഫുൾഫിൽമെന്റ്, മേജർ വൺ വിഷ് ഫുൾഫിൽമെന്റ് നിങ്ങൾക്ക് നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ യു ആർ റൈസിങ് ലൈക്ക് എ സ്റ്റാർ ഇൻ യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിന്റെ മെയിൻ ക്യാരക്ടർ നിങ്ങളാവുന്നുണ്ട് ഇപ്പോൾ ഇവിടെ. യു ആർ ദ ഹീറോ അല്ലെങ്കിൽ ഹീറോയിൻ ഓഫ് യുവർ ലൈഫ്. അങ്ങനെ ആവുന്നുണ്ട്. അഗെയിൻ ഫ്ലവർ ആണ്. കരിയർ വൈസ് നിങ്ങൾക്ക് വളരെയധികം അബണ്ടൻസ് ഉണ്ടാവുന്നുണ്ട്. പ്രൊമോഷൻ അല്ലെങ്കിൽ റിവാർഡ്സ്, ബേസിക്കലി ഇതെല്ലാം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ഇതാണ് നിങ്ങൾക്കുള്ള ഒരു റീഡിംഗ്. ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇത് റെസനേറ്റഡ് ആണെങ്കിൽ കമന്റ് ചെയ്യുക. നമ്മുടെ ചാനലിന്റെ മറ്റു വീഡിയോസും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. നമ്മുടെ ചാനലിന്റെ ഡയറക്റ്റ് റീഡിംഗ് കോഴ്സസ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ ഹീലിംഗ് സെഷൻസ് ഉണ്ട്, അറ്റൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിലും ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം, ഡീറ്റെയിൽസ് കിട്ടും. ഫോർ പ്രൈവറ്റ് കൺസൾട്ടേഷൻ ആൻഡ് പേഴ്സണൽ ടാരോ, ആസ്ട്രോ ടാരോ റീഡിങ്ങും നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഗ്രൂപ്പ് നമ്പർ 3 അമത്തിസ്റ്റ് സെലക്ട് ചെയ്ത് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് കിടക്കാം. യെസ്, ഗ്രൂപ്പ് നമ്പർ 3 അമത്തിസ്റ്റ് ക്രിസ്റ്റൽ സെലക്ട് ചെയ്ത നിങ്ങളുടെ റീഡിംഗ് ആണ്. 2025 നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. യെസ്, വാട്ട് ആർ യു കണക്ടിങ് ടു? ഓൾറെഡി നമ്മൾ പീസ് കണ്ടു അല്ലേ? സോ ഈ ഒരു വർഷം സമാധാനത്തിലേക്ക് അടുക്കുന്നുണ്ട്. എനിവേ നോക്കാം. Magic Guardian, unlock the magic within. Lord, take charge with authority. Divine masculine energy അതിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. Trader, exchange energy to create abundance. Okay. Success in business field. Arrow, surround yourself with protective energy. Earth Guardian ആണ് ബോട്ടം വന്നിരിക്കുന്നത്. Let's see more cards. Expansion, Jupiter energy. Wisdom, patience. Already നമ്മൾ പീസ് കീപ്പർ കണ്ടിരുന്നു, പേഷ്യൻസ് വന്നു. സോ ദാറ്റ്സ് എ ഡബിൾ കൺഫർമേഷൻ. ബ്രേക്ക് ത്രൂ, മാസീവ് ട്രാൻസ്ഫർമേഷൻ ഇൻ യുവർ ലൈഫ്. ഓക്കെ, ആൻഡ് ലെറ്റ്സ് സീ യുവർ മൂൺ ഗൈഡൻസ്. നിങ്ങളുടെ ഇമോഷൻസ് എങ്ങനെ ആയിരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. ഇമോഷൻസ് ആണ് നമ്മളെ അടിസ്ഥാനപരമായിട്ട് ജീവിതത്തിൽ മുന്നോട്ട് നയിക്കുന്നത്. ആ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനും അത് എക്സാക്ട്ലി എന്താണ് ഫീൽ ചെയ്യുന്നതെന്ന് തിരിച്ചറിയാനും പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ജീവിതം തന്നെ ഒരു പരാജയമായി മാറും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വന്നിരിക്കുന്നത് ടൈം ടു ഗീവ് റാദർ ദാൻ ടേക്ക്, ന്യൂ മൂൺ ഇൻ വെർഗോ. ആൻഡ് വൺ മോർ കാർഡ്, a win-win outcome is forecast. Full moon in Libra, balance, full moon, wow. Full moon is the best time for a manifestation. സോ നിങ്ങൾക്ക് ഈ ഒരു 2025 മാനിഫെസ്റ്റേഷൻ എനർജി വളരെ സ്ട്രോങ് ആയിരിക്കും. ഓൾസോ യൂണിവേഴ്സൽ ജസ്റ്റിസുമായിട്ട് നിങ്ങൾ അലൈൻഡ് ആവുന്നുണ്ട്. ബോട്ടം എനർജി ഇസ് ലുക്ക് അറ്റ് എ ബിഗർ പിക്ചർ. ഫുൾ മൂൺ ആൻഡ് സജിറ്റേറിയസ്, ന്യൂ മൂൺ ആൻഡ് ഫുൾ മൂൺ, 2 ഫുൾ മൂണാണ് വന്നിരിക്കുന്നത്. ധനുരാശി, കന്നിരാശി, തുലാം രാശി. ഓക്കെ, റിലേഷൻഷിപ്പിനെ കുറിച്ച് നമുക്ക് കൂടുതൽ എന്താണ് എന്നുള്ളതും കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, ലെറ്റ്സ് ടേക്ക് വൺ കാർഡ്.
ആൻഡ് നമുക്ക് ലാസ്റ്റ് റിവീൽ ചെയ്യാം. ഇതിവിടെ വയ്ക്കാം. നിങ്ങളുടെ ആർക്കിടൈപ്പ് എനർജി എന്തായിരിക്കും 2025 ഉടനീളമുള്ള നിങ്ങളുടെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള എനർജി എന്തായിരിക്കും, അല്ലെങ്കിൽ എന്ത് ആവണം നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് ലാസ്റ്റ് റിവീൽ ചെയ്യാം. ആൻഡ് അഫർമേഷൻ ഫോർ ദ ഇയർ നിങ്ങൾക്ക് എന്താണ് എന്നുള്ളതും കൂടെ നമുക്ക് നോക്കാം. ഈ ഒരു ഇയറിൽ നിങ്ങൾക്ക് ത്രൂ ഔട്ട് ഉടനീളം ആവശ്യമായിട്ടുള്ള അഫർമേഷൻ ആൻഡ് ഇത് നമുക്ക് ലാസ്റ്റ് നോക്കാം. നിങ്ങൾക്കുള്ള ടാരോ ചാംസോടെ നമുക്ക് നോക്കാം. ഓക്കെ, ലവ് 2 തവണയാണ് വന്നിരിക്കുന്നത്. ഇൻഫിനിറ്റി, വാവ്. സ്ട്രെങ്ത് കാർഡ്, ഓൾസോ നമ്പർ 8. എലിഫന്റ്, owl, airplane, flower and dolphin reverse. ഓക്കെ, ഇവിടെ ഈ ഒരു മാജിക് ഗാർഡിയൻ വന്നിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ചോദ്യങ്ങൾക്കെല്ലാം ഉള്ള ഒരു ഉത്തരം നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ്. അതുപോലെ മാനിഫെസ്റ്റേഷൻ പവറും നിങ്ങൾക്ക് നല്ല രീതിയിലുണ്ട്. ഇവിടെ ചിലപ്പോൾ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് വർക്ക് ആവുന്നില്ല. ആൻഡ് എന്തുകൊണ്ടാണ് ഞാൻ മാനിഫെസ്റ്റ് ചെയ്തിട്ടും എനിക്ക് അത് വർക്ക് ആവാത്തത് എന്നുള്ളൊരു ചോദ്യം നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരം നിങ്ങളോട് തന്നെ നിങ്ങൾ ചോദിക്കണം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ അവസരങ്ങളെ നിങ്ങൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. കാരണം ഫോർ എക്സാമ്പിൾ പറഞ്ഞുതരാം, നിങ്ങളൊരു ഫിനാൻസ് ആണ് മാനിഫെസ്റ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. മേ ബി നിങ്ങളൊരു എക്സ്പെക്റ്റഡ് സോഴ്സിൽ നിന്നായിരിക്കും ഈ ഫിനാൻസ് വേണമെന്ന് വിചാരിക്കുന്നത്. പക്ഷേ യൂണിവേഴ്സ് ഹാസ് എൻ അതർ പ്ലാൻ ഫോർ യു, അല്ലെങ്കിൽ പല പ്ലാനുകൾ യൂണിവേഴ്സിനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി വരികയാണ്, അല്ലെങ്കിൽ ഒരു കൊളാബറേഷൻ, വാട്ട് എവർ നിങ്ങളുടെ മുന്നിലേക്ക് നിങ്ങൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത എന്നാൽ അവസരം എന്ന് തോന്നിക്കുന്ന ഒരു കാര്യം വരികയാണ്. നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത കാര്യമായിരിക്കാം, എന്തുമായിരിക്കാം. അത് നിങ്ങൾ എക്സ്പെക്റ്റഡ് അല്ലാത്തതുകൊണ്ട് നിങ്ങൾ പ്രിപ്പയർഡ് അല്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് നോ പറയാണ്. പക്ഷെ അവിടെ നിങ്ങളുടെ അവസരം നിങ്ങൾ നഷ്ടപ്പെടുത്തി നോ പറഞ്ഞത് വഴി നിങ്ങൾക്ക് യൂണിവേഴ്സ് തരാൻ വെച്ചിരുന്ന ഫിനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റിക്ക് നിങ്ങൾ തന്നെ നോ പറഞ്ഞു. അപ്പൊ മാനിഫെസ്റ്റേഷൻസ് വർക്ക് ആയോ? നിങ്ങൾ വീണ്ടും നിങ്ങൾ വിചാരിച്ച ആ വഴി നോക്കിയിരിക്കുകയാണ്. അപ്പം യു ഹാവ് ടു ട്രസ്റ്റ് ദ യൂണിവേഴ്സ്. അതുപോലെ അവയർനെസ്സിൽ ഇരിക്കുക, എനിക്ക് വരുന്നത് നല്ലതാണോ, എങ്ങനെ ഉപയോഗിക്കാം എന്നൊക്കെയുള്ള ഒരു അവബോധത്തിൽ ഇരിക്കുക. കാരണം ഈ ഒരു വർഷം ഇറ്റ്സ് അൺപ്രെഡിക്റ്റബിൾ ഫോർ യു ഇൻ ടേംസ് ഓഫ് യുവർ എക്സ്പാൻഷൻ. വിചാരിക്കാത്ത എന്നാൽ നിയോഗമുള്ള സോഴ്സുകളിൽ നിന്ന് നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് വരും. അപ്പം അതിൽ എല്ലാത്തിനും കണ്ണടച്ച് നോ പറയാതെ എല്ലാം ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ആക്സെപ്റ്റ് ചെയ്യുകയോ നിരസിക്കുകയോ ഒക്കെ ചെയ്യുക. അപ്പം ഇവിടെ ഈ ഒരു മാസ്കുലൈൻ എനർജി ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ. ഈ മാസ്കുലൈൻ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ തന്നെ ഉള്ള ഡിവൈൻ മാസ്കുലൈൻ എനർജിയാണ്. ടേക്ക് ചാർജ് ഓഫ് യുവർ ലൈഫ്. ചില സമയത്ത് നമുക്കൊരു റെസ്പെക്റ്റോ അല്ലെങ്കിൽ ഓണറിങ്ങോ ഒക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ടേക്ക് ചാർജ്. അസേർട്ടീവ് ആവണം. അതുപോലെ പ്രൊഫഷണലി നിങ്ങൾക്ക് ഒരുപാട് ആംബിഷൻസ് ഉണ്ടാകുന്ന ഒരു വർഷമാണ്. അതിലേക്കൊക്കെ നിങ്ങൾ എത്തിപ്പെടുന്നതായിട്ടുള്ളൊരു വർഷവും കൂടാണ്. പ്രൊഫഷണലി എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം അതിന് വേണ്ടതായിട്ടുള്ള ഒരു പേഷ്യൻസ്, ഒരു എൻലൈറ്റ്മെൻറ്റും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു അനലിറ്റിക്കൽ അനാലിസിസ് സ്കില്ല് അങ്ങനെ പറയാം. എന്ത് സാഹചര്യത്തിനെയും വിശകലനം ചെയ്ത് നിങ്ങളുടേതായിട്ടുള്ള ഒരു പേഴ്സ്പെക്റ്റീവിൽ ചിന്തിക്കാനും, ഓക്കെ മറ്റുള്ളവർ ഇതിങ്ങനെ പറയുന്നെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, യെസ് എനിക്കത് മനസ്സിലായി, ഇതെങ്ങനെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് റൈറ്റ് ആക്കി കൊണ്ടുവരാം
എന്ന് മനസ്സിലാക്കി ക്ഷമയോട് കൂടിയിട്ട് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനുള്ള പ്രയത്നം ചെയ്യാനുള്ള എനർജിയുമായിട്ട് നിങ്ങൾ അലൈൻഡ് ആവുന്നുണ്ട്. ഓൾസോ ഇത് ചില വ്യക്തികൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ തുടങ്ങണം എന്നൊക്കെ വിചാരിക്കുന്നവർക്ക് വളരെ ഫേവറബിൾ ആയിട്ടുള്ള ഒരു എനർജിയാണ്. എസ്പെഷ്യലി ട്രേഡിംഗ് എന്ന് പറയുമ്പം കൊടുക്കൽ വാങ്ങലുകളാണ്, അതായത് ബിസിനസ്. അപ്പോൾ ഒരു ബിസിനസ് പേഴ്സൺ ആണ് നിങ്ങൾ ഓൾറെഡി എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിലൊരു എക്സലൻസ് തെളിയിക്കുന്ന വർഷം കൂടെ ആയിരിക്കും. കച്ചവട സാധ്യതകൾ അതാണ്. അപ്പോൾ എക്സ്പാൻഷൻ ഓഫ് യുവർ ബിസിനസ് അല്ലെങ്കിൽ എക്സ്പാൻഷൻ ഓഫ് യുവർ ഐഡിയ, എക്സ്പാൻഷൻ ഓഫ് യുവർ കമ്മ്യൂണിക്കേഷൻ സ്കിൽ, എക്സ്പാൻഷൻ ഓഫ് യുവർ മാർക്കറ്റിംഗ് എബിലിറ്റി, മറ്റൊരു വ്യക്തിയെ നിങ്ങളുടെ ആശയം അതിൻ്റെ റൈറ്റ് സെൻസിൽ പറഞ്ഞ് മനസ്സിലാക്കി കൺവിൻസ് ചെയ്യാനുള്ള ആ ഒരു എനർജി അത് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ആൻഡ് നിങ്ങളുടെ കഴിവുകൾ എന്താണെങ്കിലും അത് നിങ്ങൾ കൊടുക്കുന്നത് വഴി നിങ്ങൾക്കൊരു കറൻസി കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഗെയിൻ ഉണ്ടാകുന്നുണ്ട്. എനർജി എക്സ്ചേഞ്ചിൽ കൂടെ നിങ്ങൾക്ക് പൈസ സമ്പാദിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ഇമോഷൻസ് പറയുന്ന ന്യൂ മൂൺ ഇൻ വെർഗോ പറയുന്നത് എല്ലാ കാര്യത്തിനും ഒരു ഡ്യുവാലിറ്റി ഉണ്ട്. ആ ഡ്യുവാലിറ്റി ഇവിടെ എന്താന്ന് വെച്ചാൽ, നിങ്ങൾക്കിപ്പോൾ ഒരു ബിസിനസ് പേഴ്സൺ ആണ്, നിങ്ങൾക്കൊരു സർവീസ് ഉണ്ട്, ഒരു പ്രൊഡക്റ്റ് ഉണ്ട് ഒരാൾക്ക് കൊടുക്കാൻ. അത് നിങ്ങൾ കൊടുക്കുന്നത് വഴി നിങ്ങൾക്ക് തിരികെ പൈസ കിട്ടുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ കണ്ണ് ആ പൈസയിലായിരിക്കരുത്. നിങ്ങൾ കൊടുക്കുന്ന സർവീസ്, അത് കൊടുക്കുന്നതിൽ നിങ്ങൾ ഒരു സംതൃപ്തി കണ്ടെത്തണം, സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തണം. അല്ലെങ്കിൽ ആ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നില്ല, നിങ്ങൾ അതായത് സ്നേഹിക്കുക നിങ്ങളുടെ പ്രവൃത്തികളെ, നിങ്ങളുടെ കലകളെ, കഴിവുകളെ, സ്കിൽ സെറ്റ് എന്താണെങ്കിലും, ജോലി എന്താണെങ്കിലും അതിൻ്റെ എൻഡ് റിസൾട്ട് ആയിട്ട് ഫോക്കസ് ചെയ്യരുത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, നമ്മൾ ഇങ്ങോട്ടേക്ക് കിട്ടിയാൽ മാത്രം പോരാ, അങ്ങോട്ട് കൊടുക്കുന്നതിലും കൂടെ കുറച്ച് ഫോക്കസ് ചെയ്യണം എന്നുള്ളത്. ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലും ആവശ്യമാണ്. അതെങ്ങനെയാണ് ആവശ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്നെ മനസ്സിലാക്കുന്നില്ല, എന്നെ കണ്ടില്ല, എന്നെ കെയർ ചെയ്തില്ല, എനിക്ക് തന്നില്ല എന്ന് പറയുന്നതിന് ഉപരിയായിട്ട് ഞാൻ എന്തു കൊടുത്തു അതല്ലേ എനിക്ക് കിട്ടുന്നത്. ആൻഡ് ഇഫ് യു തിങ്ക് യു ഡിസേർവ് ബെറ്റർ, അത് റിസോൾവും ചെയ്യുക, ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റും ചെയ്യുക. നിങ്ങൾക്ക് ഡിസേർവ് ചെയ്യുന്നത് തിരികെ കിട്ടുന്നില്ല, അതായത് നിങ്ങൾ കൊടുക്കുന്ന ഒരു എനർജി എക്സ്ചേഞ്ചിൽ നിങ്ങൾ കുറഞ്ഞു പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ സാഹചര്യത്തിൽ നിൽക്കുകയും ചെയ്യരുത്. ആൻഡ് അടുത്തൊരു കാർഡ് വന്നിരിക്കുന്നത് ആരോ. ഇത് ശരിക്കും പറഞ്ഞാൽ ലക്ഷ്യത്തിലേക്ക് കൃത്യമായിട്ട് എയ്ത് കൊള്ളിക്കാനുള്ള ഒരു മിടുക്ക് എന്ന് തന്നെ പറയാം. ലക്ഷ്യം നിങ്ങൾക്ക് ദൂരക്കാഴ്ച ഇല്ല, നിങ്ങൾക്ക് വ്യക്തത ഇല്ലെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ നിങ്ങൾക്ക് ആശ്രയിക്കാം എന്നുള്ളതാണ്. ക്ലാരിഫിക്കേഷൻ എന്താണ്? എ വിൻ വിൻ ഔട്ട്കം ഇസ് ഫോർകാസ്റ്റ്. അപ്പൊ നിങ്ങൾക്ക് ഒരു ജയം ഉറപ്പാണ്, പക്ഷെ നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഇല്ല, അല്ലെങ്കിൽ ഒരു സംശയം വരികയാണ്, പോകുന്ന ഡയറക്ഷൻ കറക്റ്റ് ആണോ? അവിടെ നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ ട്രസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിജയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓൾറെഡി ഫോർകാസ്റ്റഡ് ആണ്. ഇത് കൂടുതലൊന്നും പറയാനില്ലല്ലോ. അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ കോർട്ട് കേസസ് ഒക്കെ നടക്കുന്നുണ്ട്, ട്രയൽസ് നടക്കുന്നുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അവിടെ ഒരു വിജയം അതിവിടെ ഉറപ്പാണ്. അത് ഈ വിജയത്തിൽ ചിലപ്പോൾ നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ വ്യക്തിക്കും തുല്യമായ ഒരു വിജയം കൈവരിക്കുന്ന രീതിയിൽ യൂണിവേഴ്സ് ഒരു ജസ്റ്റിസ് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആൻഡ് എർത്ത് ഗാർഡിയൻ പറയുന്നത് സ്റ്റേ റൂട്ടഡ് ആൻഡ് ഗ്രൗണ്ടഡ്. അപ്പോൾ ചെറിയ രീതിയിൽ നിങ്ങൾക്ക് സക്സസ്സുകൾ വന്നു തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു നേച്ചർ ഉള്ളിൽ നിന്നൊന്ന് പുറത്തു വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. വളരെയധികം ഗ്രൗണ്ടഡ് ആയിട്ട് നിന്നുകൊണ്ട് തന്നെ ഡിസിഷൻസ് എടുക്കുകയും ഇന്ററാക്ഷൻസ് നടത്തുകയും വേണം എന്നുള്ളൊരു മുന്നറിയിപ്പും കൂടെയാണ് തരുന്നത്. ആൻഡ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയാനുള്ളത് എന്താണ്? പ്ലേഫുൾനെസ്. Laughter is the best therapy. Have some fun together and remember, love is the greatest healer. Okay. നമ്മൾ ഓൾറെഡി പറഞ്ഞു, റിലേഷൻഷിപ്പുകളിൽ ഇങ്ങോട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങോട്ട് എന്ത് കൊടുക്കുന്നു എന്നും കൂടെ ഉള്ളത് ചിന്തിക്കുക.
അതുമായിട്ട് നമുക്ക് ചേർത്ത് വെക്കാൻ സാധിക്കും. നിങ്ങളുടെ റിലേഷൻഷിപ്പുകളിൽ നിങ്ങൾ ഒരു ഫ്രണ്ട്ഷിപ്പ് ഡെവലപ്പ് ചെയ്തെടുക്കുക. ആ എനർജി എക്സ്ചേഞ്ച് ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ട് എന്ത് നിങ്ങൾക്ക് അവിടെ കൊണ്ടുവരാമെന്നുള്ളത് ചിന്തിച്ചിട്ട് അതിന് വേണ്ടതായിട്ടുള്ള എഫേർട്ട് നിങ്ങളുടെ സൈഡിൽ നിന്ന് എടുക്കുകയും കൂടെ ചെയ്യുക. ഈക്വൽ ആൻഡ് ഗീവ് ആൻഡ് ടേക്ക് ഉള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ദി ബെസ്റ്റ് തെറപ്പി ആയിരിക്കും. ആൻഡ് നിങ്ങളുടെ ഒരു എനർജി ആർക്കിടൈപ്പ് ഇസ് എ ജെം. വാവ്, ലക്ഷറി. അതാണ് നിങ്ങൾ ഈ ഒരു വർഷം അട്രാക്ട് ചെയ്യുന്നത്. എസ്പെഷ്യലി നിങ്ങളുടെ ഇൻകം ആണ് ഇവിടെ, അബണ്ടൻസ് ആണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് ഒരു ജനറേഷണൽ വെൽത്തിലേക്കൊക്കെ നിങ്ങൾ കടക്കുകയാണ്. ആൻഡ് നിങ്ങളുടെ ഉള്ളിലെ ഹിഡൻ ജം നിങ്ങൾ തിരിച്ചറിയാണ്. ഓൾസോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ട്രഷറും നിങ്ങൾ കണ്ടെത്തുന്നുള്ളതാണ്. അത് ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കാത്ത രീതിയിൽ നിങ്ങൾക്കൊരു ഫാമിലി പ്രോപ്പർട്ടി വന്നു ചേരുന്നതാവാം. വളരെ പ്രോഫിറ്റബിൾ ആയിട്ട് ഏതെങ്കിലും ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ നടക്കുന്നത് വഴി, ഈവൻ ട്രേഡിങ് ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എനർജി തന്നിട്ടുണ്ട്. ഞാനത് എടുത്തു പറയാത്തത്, ഇന്നത്തെ കാലത്ത് ഒരുപാട് പേരൊരു മൾട്ടിപ്പിൾ ഇൻകം എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് ഷെയർ ട്രേഡിങ്ങിലേക്കും ഒക്കെ കടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഗ്രൂപ്പ് നമ്പർ 3 ഒരു വിജയം അവിടെ കാണുന്നുണ്ട്. അതിൽ നിന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഒരുപാട് വിജയങ്ങൾ, പ്രോഫിറ്റൊക്കെ. പക്ഷെ അത് സ്ട്രെസ് ചെയ്ത് ഞാൻ പറയാത്തത്, ഇത് പറയുന്നത് വഴി എല്ലാവരും അന്ധമായിട്ട് അതിലേക്ക് പണം മുടക്കാതിരിക്കുക. നിങ്ങൾക്കൊരു വിജയം ഉണ്ട് എന്നുള്ളത് ഇവിടെ ഫോർകാസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ റിസർച്ച് വർക്കുകൾ നിങ്ങൾ നടത്താതെ, അധികം ഇതിനെക്കുറിച്ച് അറിവില്ലാതെ നിങ്ങൾ അതിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നഷ്ടവും കൂടെ വരുത്തി വെക്കരുത്. ആൻഡ് നിങ്ങൾക്ക് ഈ ഒരു വർഷം വേണ്ടതായിട്ടുള്ള ഒരു സക്സസ് നേടാൻ ഈ അഫർമേഷൻ നിങ്ങളെ സഹായിക്കുന്നതാണ്. ഐ ആം സ്ട്രോങ്ങർ ദാൻ എനി ചാലഞ്ച്, ഫോർ ഐ നോ ദാറ്റ് ദ യൂണിവേഴ്സ് ഹാസ് മൈ ബാക്ക്. യെസ്, നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുന്ന സമയത്ത് തളർന്നു പോയാൽ താങ്ങി വെക്കാൻ നിങ്ങൾക്ക് യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. അതായത് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്ത് ഭൂമി അവിടെ ഉണ്ട്. എത്ര ഭാരം നിങ്ങൾക്കുണ്ടെങ്കിലും ഭൂമി അതെല്ലാം താങ്ങും എന്നുള്ളതാണ്. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് കൂടെ തന്നെയുണ്ട്. എ വിഷ് ഫുൾഫിൽമെൻറ്റ് ആൻഡ് യുവർ ഹീലിംഗ് നടക്കുന്നുണ്ട്. യു ആർ കണക്റ്റിംഗ് ടു യുവർ എനർജി, സോൾ എനർജി. ആൻഡ് റിലേഷൻഷിപ്പിൻ്റെ ഒരു സക്സസ് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. സിംഗിൾസ് ആയിട്ടുള്ളവർക്ക് റിലേഷൻഷിപ്പ് വരുന്നുണ്ട്. എക്സിസ്റ്റിംഗ് റിലേഷൻഷിപ്പുകളിൽ നിങ്ങൾക്ക് ഒരു പ്ലേഫുൾനെസ്, ഒരു ഫ്രണ്ട്ഷിപ്പ്, ഒരു കമ്പാനിയൻഷിപ്പ് ഉണ്ടാവുന്നുണ്ട്. ആൻഡ് ഈ എലിഫൻറ്റ് ഓൾസോ റെപ്രസെൻറ്റ് വെൽത്ത്. അത് മാത്രമല്ല, ഇറ്റ്സ് ടൈം ടു അഡ്രസ് ദ എലിഫൻറ്റ് ഇൻ ദ റൂം എന്ന് പറയല്ലോ. അപ്പോൾ ജീവിതത്തിൽ ഒളിച്ചോടിയിരുന്ന എന്തോ ഒരു കാര്യത്തിനെ നിങ്ങൾ വീണ്ടും ഈ വർഷം ഫേസ് ചെയ്യുന്നുണ്ട്. അതിൽ സക്സസ് നേടുന്നുണ്ട്. കാരണം യു ഹാവ് ഇൻഫിനിറ്റ് പൊട്ടൻഷ്യൽ, ഇൻഫിനിറ്റ് സ്ട്രെങ്ത്, ഇൻഫിനിറ്റ് കറേജ്. ഇനി അതിനൊന്നും ഒരു തിരിച്ചുപോക്ക് നിങ്ങൾക്കില്ല. കാരണം അത്രയും അവയർനെസ്സിൽ നിങ്ങൾ എത്തി. ഇനി നിങ്ങളെ തളർത്താൻ പറ്റുന്ന എക്സ്റ്റേണൽ ആയിട്ടുള്ള സാഹചര്യങ്ങൾ ഒന്നുമില്ല. അതായത് സാഹചര്യം എല്ലാം സുന്ദരമായിരിക്കും എന്നല്ല, ചാലഞ്ച് ഉണ്ടാവും. പക്ഷെ അതിനെയൊക്കെ നിങ്ങൾ ഈസി ആയിട്ട് പുറത്ത് കടക്കാനുള്ള മനോബലം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ആൻഡ് യു ആർ ഫ്ലൈയിങ് ഹൈ. ഫ്രീഡം ആൻഡ് ന്യൂ പെർസ്പെക്റ്റീവ്. ജീവിതത്തിനെ പുതിയ ഒരു ദിശയിലൂടെ കാണാൻ നിങ്ങൾ പഠിക്കുന്നു എന്നുള്ളതാണ്. ഇത്രയും നാളും ഉണ്ടായിരുന്ന ചെറിയ ലക്ഷ്യങ്ങളിൽ നിന്നൊരു ഷിഫ്റ്റ് വരുന്നു. വലിയ വലിയ ലക്ഷ്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നു. സിസ്റ്റേഴ്സിൻ്റെ ഒരു ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഉണ്ടാവുന്നുണ്ട്. ഓൾസോ നമ്മളിത് ലക്ഷ്മി ദേവിയുടെ വാഹനമായിട്ടാണ് പറയുക. ലക്ഷ്മി ദേവി റെപ്രസെൻ്റ് ചെയ്യുന്നത് അബണ്ടൻസ് ആണ്, വെൽത്ത് ആണ്. അത് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഫ്ലവേഴ്സ് എന്ന് പറയുമ്പം ഫ്രൂട്ട്ഫുൾനെസ് എന്ന് പറയാം. ചെയ്തു വെച്ചിട്ടുള്ള ഹാർഡ് വർക്കുകൾക്കെല്ലാം, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താലും അതിനൊരു ഈക്വിവാലൻ്റ് ആയിട്ട് റിസൾട്ട് ഉണ്ട്. ഇത്രയും കാലങ്ങളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താലും അവിടെ ഒരു റിസൾട്ട് ഇല്ല, വെറുതെ കഷ്ടപ്പെടുന്നു എന്നുള്ളതിൽ നിന്നും വിപരീതമായിട്ട് റിസൾട്ട് ഉണ്ടാവുന്നുണ്ട്. കാരണം നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് വെറുതെയുള്ള കഷ്ടപ്പാടുകളല്ല. ലക്ഷ്യം കണ്ട് റൈറ്റ് ആക്ഷൻ അറ്റ് ദ റൈറ്റ് ടൈം ഇൻ റൈറ്റ് എമൗണ്ട് തന്നെയാണ് നിങ്ങൾ ചെയ്യുന്നത്.
ആൻഡ് ഈ ഒരു ഡോൾഫിൻ റെപ്രസെന്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പ്ലേഫുൾനെസ്. നമുക്കത് ഓൾറെഡി പറഞ്ഞു, റിലേഷൻഷിപ്പിൽ അത് നിങ്ങൾക്ക് അത്യാവശ്യമാണ്. ജോയ്, കമ്മ്യൂണിക്കേഷൻ, ഇത് നിങ്ങൾക്ക് റിവേഴ്സ് ആണ് വന്നത്. അതുകൊണ്ട് ഈ ഒരു വർഷം നിങ്ങളുടെ ഈ ഒരു മേഖല ഇംപ്രൂവ് ചെയ്യാനായിട്ട് എക്സ്ട്രാ എഫേർട്സ് നിങ്ങൾ എടുക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. കോൺഷ്യസ് ആയിട്ട് തന്നെ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇംപ്രൂവ് ചെയ്യണം. അതിൽ പറയുന്ന വാക്കുകൾ ചിന്തിച്ച് പറയണം. വെറുതെ എന്തെങ്കിലും ദേഷ്യത്തിന്റെ പുറത്തിൽ റഷ് ഓഫ് ദ ഇമോഷൻസിൽ പറയരുത്. ഒരു കളക്റ്റീവ് കോൺഷ്യസ്നെസ് ഉണ്ടാവണം. അതിന് ശരിക്കും നിങ്ങൾ വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ അത് കൂടുതലും ബാധിക്കുക റിലേഷൻഷിപ്പുകളെ ആയിരിക്കും. പ്രൊഫഷണലിയും ഒക്കെ തന്നെ നിങ്ങൾക്ക് അതൊരു തടസ്സമാവാനുള്ള സാധ്യതയുണ്ട്. അപ്പം എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിനെ ഒന്ന് ലൈറ്റായി എടുക്കാനും കോൺഷ്യസ്നെസ്സിൽ ഇരിക്കാനും പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻസ് നടത്താനും കുറച്ച് ഡിപ്ലോമാറ്റിക് ആയിട്ട് സംസാരിക്കാൻ പഠിക്കാം. ഒരു റൂഡായിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു സംസാരങ്ങൾ കുറച്ച് സമയത്തേക്കെങ്കിലും നിങ്ങൾക്കതൊന്ന് ഒഴിവാക്കാം. ഈവൻ ദോ അതാണ് നിങ്ങളുടെ ഒരു രീതി, നിങ്ങളുടെ ക്യാരക്ടർ എന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഒരു സക്സസ്സിന് അത് ചെറിയ രീതിയിൽ ഒരു തടസ്സം സൃഷ്ടിക്കുന്നുണ്ട് എന്ന് കാണിക്കുമ്പോൾ അതിൽ നിന്നൊന്ന് ചെറുതായിട്ടൊന്ന് മാറി ചിന്തിക്കുന്നതിൽ തെറ്റ് കാണുന്നില്ല. സോ ഇതാണ് നിങ്ങൾക്കുള്ള ഒരു റീഡിങ്. നിങ്ങൾക്കത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനലിൻ്റെ മറ്റു വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. കൂടാതെ നിങ്ങൾക്കൊരു പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രൈവറ്റ് കൺസൾട്ടേഷൻസ് ലഭ്യമാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ടാരറ്റ് റീഡിംഗ് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കോഴ്സസ് അവൈലബിൾ ആണ്. ഹീലിംഗ് സെഷൻസ് ആണ് വേണ്ടത് എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാം. അതിനൊക്കെ ഡീറ്റെയിൽസ് കിട്ടാൻ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പ് ത്രൂ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. യെസ്, അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. അപ്പോൾ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട്, അടുത്തൊരു ഹെൽപ്ഫുൾ ടോപ്പിക്കുമായിട്ട്, അടുത്തൊരു സ്പിരിച്വൽ ടോപ്പിക്കുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ ഓൾ ഓഫ് യു ഓൾ ടേക്ക് കെയർ. ബൈ.